നമ്മൾ ഹെബ്രായർ 4:16 അനുസരിച്ചുകൊണ്ട് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കാൻ കൃപയുടെ സിംഹാസനമാകുന്ന വാഗ്ദാന പേടകത്തെ ക്രിസ്തുവിനെ സമീപിക്കുക. അപ്പോൾ ക്രിസ്തുവിനെ എങ്ങനെ സമീപിക്കാം? അതിനുള്ള യോഗ്യത, ആ യോഗ്യത ഒന്നാമത്തെ യോഗ്യത നമ്മൾ വിശ്വാസമായിട്ട് കണ്ടു, രണ്ടാമത്തെ വിശുദ്ധിയായിട്ട് കണ്ടു, മൂന്നാം ദിവസം നമ്മൾ മാനസാന്തരമായിട്ട് കണ്ടു, നാലാം ദിവസം വിനയമായിട്ട് കണ്ടു, അഞ്ചാം ദിവസം ഉപദേശം മുറുകെ പിടിക്കുക വചനമായിട്ട് കണ്ടു, ആറാം ദിവസം പ്രാർത്ഥന യോഗ്യതയായിട്ട് കണ്ടു. ഇനി ഏഴാം ദിവസം അനുസരണയോടെ ജീവിക്കുക. അതാണ് അനുസരണയാണ് യോഗ്യത. യാക്കോബ് 1:22 നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വിശ്വാസത്തിന് അനുസരണ എന്നും പറഞ്ഞൊരു തത്സമവാക്യമുണ്ട്. നാം വിശ്വസിക്കണം എന്ന് വെച്ചതിന്റെ അർത്ഥം വചനം അനുസരിക്കുന്നതിന്റെ അർത്ഥം. അടുത്ത വചനം ഒന്ന് വായിച്ചേ, 1:21 വായിച്ചേ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവര് തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. നമ്മള് സഭയെയും ദൈവത്തെയും ഒക്കെ വചനത്തെയും ഒക്കെ എതിർക്കുന്നവർ ചെയ്യണത് എന്താണ്? കണ്ണടി പൊട്ടിക്കലാണ്. അവർക്ക് ആത്മശോധനയ്ക്ക് അവസരം ഉണ്ടാക്കണ എല്ലാം അവർ തകർത്തുകൾ ക്രിസ്തു ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് കളയുമ്പോഴേ കാര്യം എന്താണ്? അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. കാര്യം അവർ ക്രിസ്തുവിനെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവിധ മ്ലേച്ഛതകളിലും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഒരിക്കലും ദൈവവചനം ഉൾക്കൊള്ളാൻ, അവർ ദൈവവചനത്തിന് കണ്ണാടി കാണിച്ചാൽ അപ്പം പിടിച്ചു കളയും. അത് വചനമല്ല എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പം അതുകൊണ്ട് വചനം സ്വീകരിക്കുന്നവരിന് വചനമാണെന്ന് പറയുന്നവരാ, പക്ഷേ ദൈവം അവർ അംഗീകരിക്കണം നിർബന്ധമില്ല. എന്താ കാര്യം? ദൈവം പറയും പുട്ട് ഇൻ ടു പ്രാക്ടീസ് എന്ന് പറയും. നിങ്ങൾ അനുസരിച്ച് ജീവിച്ച് കാണിക്കാൻ പറയും. അപ്പോൾ വചനപീഠത്തെ സമീപിക്കാനുള്ള ഒരു യോഗ്യത, ഏഴാമത്തെ യോഗ്യത എന്ന് പറയുന്നത് വചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്.